ബംഗ്ലാദേശിൽ നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് നേതൃത്വം നൽകുന്ന ഇടക്കാല സർക്കാർ ഇന്നാണ് അധികാരമേൽക്കുന്നത്. പ്രാദേശിക സമയം രാത്രി 8 മണിക്കായിരിക്കും, അതായത് ഇന്ന് രാത്രി 8 മണിക്കായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. അതേസമയം ജനകീയ പ്രക്ഷോഭത്താൽ രാജ്യം വിടേണ്ടി വന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. അവർക്ക് രാഷ്ട്രീയ അഭയം ഏത് രാജ്യത്ത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പും ഒരു വ്യക്തതയും വന്നിട്ടില്ല. അതാ ഇപ്പോൾ നന്ദുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നത്. നന്ദു, ഇതിനെക്കുറിച്ച് മുഹമ്മദ് യൂനുസ് നിയുക്ത ഇടക്കാല പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം, ഇത് രണ്ടാം വിമോചനമാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഒരു വലിയ ഏകാധിപത്യ ഭരണത്തെ ഒരു രാജ്യം തൂത്തെറിയുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് വരാൻ പോകുന്നൊരു സർക്കാർ അത് എങ്ങനെയാണ് ആ ജനതയെ പ്രതിനിധാനം ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഘടന സ്വഭാവം, അതിനകത്തേക്ക് വരുന്ന മന്ത്രിമാർ പൊതുസ്വീകാര്യനാണ്. ഈ സമരക്കാർ പ്രക്ഷോഭകർക്ക് ഏറ്റവും അധികം ആവശ്യപ്പെട്ടത് മുഹമ്മദ് യൂനുസ് ഇടക്കാല പ്രധാനമന്ത്രിയാകുന്നത് മാത്രമേ അംഗീകരിക്കൂ എന്നാണ് പറഞ്ഞത്. ആ നിലയിൽ പ്രസിഡന്റ് അംഗീകരിച്ചുകൊണ്ട് വരാൻ പോകുന്നു. രണ്ട്, ഷെയ്ഖ് ഹസീനയുടെ ഭാവി എന്താണ്? അവർ ഏത് രാജ്യത്തേക്ക് പോകും? ഇന്ത്യയാണ് ഇപ്പോൾ അവർക്കൊരു അഭയം നൽകിയിട്ടുമുള്ളത്. തീർച്ചയായിട്ടും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രണ്ടാം വിമോചന സമരം എന്ന് തന്നെ വേണം ഈ ഒരു സാഹചര്യത്തെ വിശേഷിപ്പിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ അരാജകത്വത്തിനാണ് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ അതിനിപ്പോൾ ഒരു അറുതി വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ നൊബേൽ ജേതാവും അതോടൊപ്പം തന്നെ എക്കണോമിസ്റ്റുമായ മുഹമ്മദ് യൂനുസ് ഇന്ന് ഈ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നതോടുകൂടി അതിനൊരു അന്ത്യമുണ്ടാകുമെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം പാരീസിലാണുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ധാക്കയിൽ തിരികെ എത്തും. ഇന്ന് വൈകിട്ട് പ്രാദേശിക സമയം 8 മണിയോടുകൂടിയാണ് ഈ ഒരു സത്യപ്രതിജ്ഞ ഉണ്ടാകുക. അദ്ദേഹത്തിൻ്റെ ഉപദേശക സമിതിയിൽ 15 അംഗങ്ങളാണ് ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്, ഇദ്ദേഹം ജനകീയനാണ്. ഈ പ്രക്ഷോഭം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും ഷെയ്ഖ് ഹസീന രാജ്യം വിടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ മുഹമ്മദ് യൂനുസ് തന്നെ ഇത്തരത്തിൽ അവിടെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കണം എന്നുള്ള ആവശ്യം വളരെയധികം ശക്തമായിരുന്നു. എന്നാൽ അതേ തുടർന്നാണ് ഇത്തരത്തിൽ അദ്ദേഹം ഇവിടെ ബംഗ്ലാദേശിലേക്ക് തിരികെ എത്തുന്നതും ഇനി പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതും. എന്തായാലും ഇത്തരത്തിലൊരു അധികാരമേൽക്കുന്നതോടുകൂടി അവാമി ലീഗിൻ്റെ 15 വർഷത്തെ ഭരണത്തിന് ഒരു അറുതി വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ തുടക്കമെന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളും അവരുമായി ബന്ധപ്പെട്ട തലമുറക്കാർക്കും സംവരണം ഏർപ്പെടുത്തി ഷെയ്ഖ് ഹസീന സർക്കാർ പാസ്സാക്കിയ ആ സംവരണ ബില്ലാണ് ഇത്തരത്തിലൊരു ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ആളിക്കത്തിക്കുന്നതിന് പ്രധാനമായും കാരണമായത്. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഈ അനിഷ്ട സംഭവങ്ങൾ ബംഗ്ലാദേശിലുടനീളം സംഭവിച്ചു. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമം അവിടെ നടന്നു. പ്രത്യേകിച്ച് ഈ ഹിന്ദുക്കളെയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളെ കടന്നാക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനെതിരെ ആ ഒരു ആക്രമണത്തെ തടുക്കുന്ന രീതിയിൽ മുസ്ലിം സഹോദരങ്ങൾ അതിനെതിരായ ചില നീക്കങ്ങൾ നടത്തി, അവരെ സംരക്ഷിക്കണം എന്നതിനടക്കമുള്ള കാര്യങ്ങൾ നടത്തി. എന്തായാലും ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യത്ത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും തുടർന്ന് രാജ്യം വിടുകയും ചെയ്തു. അതിനുശേഷം തന്നെ ഒരു സൈനിക അട്ടിമറി അവിടെ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ വാക്കർ അമനാണ് അവിടുത്തെ സൈനിക മേധാവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഒരു ഭരണ അട്ടിമറി ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. നിലവിൽ അവിടുത്തെ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇദ്ദേഹം പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടുകൂടി എന്തായാലും ജനകീയനായതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ തീർച്ചയായിട്ടും അവിടെ സംഭവിക്കും എന്ന് തന്നെ മനസ്സിലാക്കും. പക്ഷേ ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിൽ തുടരുകയാണ്. UK-യിലേക്ക് അഭയം പ്രാപിക്കണം എന്നൊരു തീരുമാനമുണ്ടെങ്കിൽ പോലും ആ കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ്. നിലവിലെ ഒരു പ്രധാനപ്പെട്ട വിശദാംശം ഇതാണ്. എന്തായാലും 15 വർഷത്തെ ഭരണത്തിന് അവാമി ലീഗിൻ്റെ ഭരണമാണ് അവസാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് 8 മണിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശരി, ഇപ്പോൾ നന്ദു സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അടിയന്തരമായി തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് ബീഗം ഖാലിദാസിയ ആവശ്യപ്പെടുന്നുണ്ട്. 3 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെടുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ അവരും ഈ ഇടക്കാല സർക്കാരിനെ അംഗീകരിക്കുകയാണ്. പക്ഷേ വേഗം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന നിലയാണ് ജയിൽ മോചിതയാകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഷെയ്ഖ് ഹസീനയാകട്ടെ അങ്ങേയറ്റം ഏകാധിപത്യപരമായ ഒരു ഭരണത്തിലൂടെ മുന്നോട്ട് പോയി ഒരു രാജ്യത്തെ ആകെ വെറുപ്പിച്ച് ഭരണമൊക്കെ നഷ്ടപ്പെട്ട് രാജ്യം തന്നെ വിടേണ്ട, പലായനം ചെയ്യേണ്ട ഒരവസ്ഥയിൽ ഒരു ഭരണാധികാരി നിൽക്കുന്നു.
വന്നെത്തി നിൽക്കുന്നത് ഇന്ത്യയിലാണ്. അത് മറ്റൊരു കാര്യം. ഇതിനിടയിലാണ് മുഹമ്മദ് യൂനിസ് ഇടക്കാല പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു രാജ്യമാകെ പൊതുസമ്മതനായി വരുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, നൊബേൽ സമ്മാനമൊക്കെ നേടിയപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക ഉന്നമനത്തെ കൂടുതൽ ശക്തമാക്കും വിധം അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അവിടുത്തെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, അതിലൂടെ നടത്തിയിട്ടുള്ള ഏറ്റവും സമഗ്രമായൊരു ഇടപെടൽ നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് മുഹമ്മദ് യൂനിസ് അന്ന് നൊബേൽ സമ്മാന കമ്മിറ്റിക്ക് മുമ്പിലേക്ക് ശ്രദ്ധയോടെ വന്ന്. അന്നൊക്കെ വളരെ ശ്രദ്ധയോടെ നമ്മളുമൊക്കെ ആ നിലയിൽ അത് ശ്രദ്ധിച്ചിരിക്കുകയും ഒരുപാട് വാർത്തകൾ വരികയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പോരാട്ടം, ഒരു വലിയ പ്രക്ഷോഭം, ഒരു വലിയ സമരം, അത് കലാപമായി ഒരു രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന നിലയിലേക്ക് പോകുന്നു. പക്ഷേ അപ്പോഴും ആ സമരരംഗത്ത് നിന്നവർ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. മുഹമ്മദ് യൂനിസാണ് ഇനി വരുന്ന കാലം ഇടക്കാല സർക്കാരിനെ നയിക്കേണ്ടത്. ബംഗ്ലാദേശ് പ്രസിഡന്റ് അത് അംഗീകരിച്ചു. അതേ തുടർന്നാണ് ഈ മാറ്റം വരുന്നത്. ഇന്ന് ആ സർക്കാർ വരാനും പോകും, നന്ദു സൂചിപ്പിച്ചതുപോലെ. ബാക്കിയൊക്കെ പല കാര്യങ്ങളിലും ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഷെയ്ഖ് ഹസീന എങ്ങോട്ട് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ രാവിലെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്.